ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 199 പാർട്ട് 2007 ട്രേസ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് സെൻട്രൽ ലോഡ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഈസ്. ഒരു സിംപ്ലി സപ്പോർട്ടായിട്ടുള്ള ബീമിൽ ഒരു സെൻട്രൽ ലോഡ് ആക്ട് ചെയ്യുവാണ് എങ്കിൽ അതിലുണ്ടാകുന്ന ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ, ലീസ്റ്റ് അറ്റ് ദ സെൻറ്റർ. ഓപ്ഷൻ ബി, മാക്സിമം അറ്റ് ദ സപ്പോർട്ട്. ഓപ്ഷൻ സി, മാക്സിമം അറ്റ് ദ സെൻറ്റർ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, മാക്സിമം അറ്റ് ദ സെൻറ്റർ. Next question, the triangular upper part of a wall formed at the end of a pitched roof is. ഒരു പിച്ച്ഡ് റൂഫിൽ ഫോം ചെയ്യുന്ന ട്രയാങ്കുലർ അപ്പർ പാർട്ടിനെ വിളിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ, ഗേബിൾ. ഓപ്ഷൻ ബി, ട്രസ്. ഓപ്ഷൻ സി, ബാർജ് ബോട്ട്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഗേബിൾ ആണ്. Next question, the upper ends of the queen post truss are kept in position by means of a horizontal member known as. ഒരു ക്യൂൻ പോസ്റ്റ് ട്രസ്സിൻ്റെ അപ്പർ എൻഡ്സ് പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ മെമ്പറിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ എ, ക്യൂൻ പോസ്റ്റ്. ഓപ്ഷൻ ബി, പെർലിൻ. ഓപ്ഷൻ സി, ടൈ ബീം. ഓപ്ഷൻ ഡി, സ്ട്രെയിനിങ് ബീം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, സ്ട്രെയിനിങ് ബീം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. എങ്ങനെയാണ് ഒരു ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഓപ്ഷൻ എ, ബൈ യൂസിങ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ്. ഓപ്ഷൻ ബി, ബൈ ഇൻട്രൊഡ്യൂസിങ് ലാർജ് വോയിഡ്സ് വിത്തിൻ ദ കോൺക്രീറ്റ്. ഓപ്ഷൻ സി, ബൈ ഒമിറ്റിംഗ് ഫൈൻ അഗ്രിഗേറ്റ്. ഓപ്ഷൻ ഡി, ഓൾ ദ എബോവ്. ഓപ്ഷൻസ് എല്ലാം തന്നെ കറക്റ്റായിട്ടുള്ളതാണ്. നമുക്ക് ഇത് ഏതെങ്കിലും ഉപയോഗിച്ച് തന്നെ നമുക്ക് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ വിച്ച് പോസസ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡയറക്ഷൻ ഇൻ എനി പോയിൻറ്റ് ഈസ് കോൾഡ്. എല്ലാ ഡയറക്ഷനിലും ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് പൊസസ് ചെയ്യുന്ന മെറ്റീരിയലിനെ വിളിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ, ഹോമോജീനിയസ് മെറ്റീരിയൽ. ഓപ്ഷൻ ബി, ഐസോട്രോപിക് മെറ്റീരിയൽ. ഓപ്ഷൻ സി, അനൈസോട്രോപിക് മെറ്റീരിയൽ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ഐസോട്രോപിക് മെറ്റീരിയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ഈസ് ആഡഡ് ടു ദ കോൺക്രീറ്റ്, വിച്ച് ഓപ്ഷൻ എ കറക്റ്റ്സ് എ ബാഡ്ലി പ്രപ്പോർഷൻഡ് കോൺക്രീറ്റ് മിക്സ്. ഓപ്ഷൻ ബി, ക്യൂവേഴ്സ് ഇമ്മച്വർ ഗ്രീൻ കോൺക്രീറ്റ്. ഓപ്ഷൻ സി, പ്രിവെൻറ്റ്സ് ലീക്കേജ് ആൻഡ് ഡാംനെസ്. ഓപ്ഷൻ ഡി, ഓൾ ദ എബോവ്. ഒരു വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് നമ്മൾ കോൺക്രീറ്റിൽ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ കറക്റ്റായിട്ടുള്ളവയാണ്. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കട്ടിംഗ് എ ട്രയാങ്കുലർ പോർഷൻ ഓഫ് ഹാഫ് ദ വിഡ്ത്ത് ബട്ട് ഓഫ് ഫുൾ ദ ലെങ്ത് ഓഫ് എ ബ്രിക്ക്. ഒരു ബ്രിക്കിൻ്റെ ഒരു ട്രയാങ്കുലർ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഹാഫ് ദ വിഡ്ത്തും പക്ഷേ അതിൻ്റെ ലെങ്ത് അതേപോലെ കീപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ വിഡ്ത്തിന് മാത്രം ഹാഫ് ആക്കിക്കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുവാണ്. അങ്ങനെ കിട്ടുന്ന ബ്രിക്കിനെ വിളിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ, ക്യൂൻ ക്ലോസ്. ഓപ്ഷൻ ബി, കിങ് ക്ലോസ്. ഓപ്ഷൻ സി, മിറ്റർ ക്ലോസ്. ഓപ്ഷൻ ഡി, ബിവൽഡ് ക്ലോസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ബിവൽഡ് ക്ലോസ്ഡ് ആണ്. Next question, the placing of new foundation below an existing foundation for strengthening the existing foundation is known as. ഒരു പഴയ ഫൗണ്ടേഷൻ്റെ താഴെയായിട്ട് ഒരു പുതിയ ഫൗണ്ടേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അതായത് അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഫൗണ്ടേഷൻ കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ, അണ്ടർപിന്നിങ്. ഓപ്ഷൻ ബി, ഷോറിങ്. ഓപ്ഷൻ സി, സ്കാഫോൾഡിങ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, അണ്ടർപിന്നിങ് ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാവിറ്റി വാൾസ് ആർ പ്രൊവൈഡഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ക്യാവിറ്റി വാൾസ് കൊടുക്കുന്നത്? ഓപ്ഷൻ എ, ടു പ്രിവെൻറ്റ് ഡാമ്പ്നെസ്. ഓപ്ഷൻ ബി, ഫോർ ഹീറ്റ് ഇൻസുലേഷൻ. ഓപ്ഷൻ സി, സൗണ്ട് ഇൻസുലേഷൻ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. അപ്പം ഇതിൻ്റെ ആൻസർ തന്നിരിക്കുന്ന ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എല്ലാം കറക്റ്റാണ്. അപ്പം നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a compound which is added to concrete to reduce the setting time of concrete. നമ്മൾ കോൺക്രീറ്റിൻ്റെ സെറ്റിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, എയർ എൻട്രെയിനിങ് ഏജൻറ്റ്. ഓപ്ഷൻ ബി, ആക്സിലറേറ്റേഴ്സ്. ഓപ്ഷൻ സി, പ്ലാസ്റ്റിസെയേഴ്സ്. ഓപ്ഷൻ ഡി, ഓൾ നൺ ഓഫ് ദ എബോവ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ടുള്ള ആൻസർ തന്നിട്ടില്ല. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് നൺ ഓഫ് ദ എബോവ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രേസർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. വരുന്ന ക്ലാസ്സുകളിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. താങ്ക് യു.